മൈ ഗൈസ്, അപ്പം നമുക്കിന്നൊരു ബിരിയാണി കഴിക്കാൻ പോയാലോ? അങ്ങനെ വെറുതെ റൂമിൽ ഒരു പണിയില്ലാണ്ടിരുന്ന ഞാൻ നട്ടുച്ചയ്ക്ക് ബിരിയാണി കഴിക്കണം തോന്നി ബിരിയാണി കഴിക്കാൻ പോവുകയാണ് ഗൈസ്. നിലത്ത് നോക്കി നടക്കാൻ പറ്റാത്തത്ര വെയിലാണ് ഗൈസ്. കുറച്ചങ്ങ് നടന്നപ്പോഴത്തേനും മനസ്സ് വേണ്ട വേണ്ട എന്ന് പറയുന്നുണ്ടെങ്കിലും വയറ് വേണം വേണമെന്ന് പറയുന്നുണ്ട്. ബസ് സ്റ്റാൻഡിലെത്തി നേരെ സാഗറിലോട്ട് നടന്ന് പോവുകയാണ് ഗൈസ്. അങ്ങനെ സാഗറിലെത്തി ബിരിയാണിക്കൊക്കെ ഓർഡർ ചെയ്ത് ബിരിയാണിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നു. ഒത്തിരി വെയിറ്റിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് തന്നെ നമ്മുടെ ബിരിയാണി വന്നപ്പോഴോ നല്ല ബിരിയാണിയും പീസും സാലഡും അച്ചാറും ചമ്മന്തിയും. എൻ്റെ മോനെ ഏതാ ടേസ്റ്റ് എന്നറിയോ. കൂടെ ഒരു പപ്പടം ഉണ്ടായിരുന്നു കേട്ടോ ഗൈസ്, പറയാൻ വിട്ടുപോയി. എന്നിട്ട് നല്ല സാലഡും ചമ്മന്തിയും പിക്കിളും പീസൊക്കെ എടുത്ത് മിക്സ് ചെയ്തിട്ട് ആ ബിരിയാണി കഴിക്കുമ്പോൾ ഉണ്ടല്ലോ ഗൈസ്, കണ്ടില്ലേ ഏതാ ടേസ്റ്റ് എന്നറിയോ. ഒന്നും പറയാനില്ല, കിടിലൻ ബിരിയാണിയായിരുന്നു. എന്നിട്ട് ആ പപ്പടം ഇങ്ങനെ എടുത്ത് അതിങ്ങനെ പൊടിച്ച് അതിങ്ങനെ മിക്സ് ചെയ്ത് പിന്നെയും കഴിക്കണം. അങ്ങനെ കഴിച്ച് നമ്മൾ ആ ബിരിയാണി മുഴുവൻ ഫിനിഷ് ചെയ്യണം. ഞാൻ മാത്രമല്ല എൻ്റെ കൂടെ ഉള്ളത്, എൻ്റെ ഒരു കൂട്ടുകാരിയും കൂടി ഉണ്ട്. അപ്പം ഞങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്ന ബിരിയാണിയൊക്കെ കഴിച്ച് ഒരു ലൈമും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗൈസ്. ലൈമും വെയിറ്റ് ചെയ്തിരുന്ന ലൈമൊക്കെ വന്ന് അതും കുടിച്ച്. രണ്ടും അടിപൊളിയായിരുന്നു. ബിരിയാണി ലൈമും പിന്നെ പണ്ടേ അടിപൊളി കോമ്പിനേഷനാണല്ലോ. അങ്ങനെ അതും കുടിച്ച് തിരിച്ച് റൂമിലോട്ട് പോയി ഗൈസ്. ബൈ ബൈ.